യുദ്ധങ്ങളുടെ മുഖം മാറുകയാണ്. പണ്ട് വലിയ യുദ്ധവിമാനങ്ങളായിരുന്നു ആകാശത്തെ രാജാക്കന്മാരെങ്കിൽ ഇന്ന് ചിലവ് കുറഞ്ഞ എന്നാൽ മാരകമായ ഡ്രോണുകളാണ് വില്ലന്മാർ. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും ഇസ്രായേൽ യുദ്ധത്തിലുമൊക്കെ നമ്മൾ ഡ്രോണുകളുടെ വിളയാട്ടം കണ്ടതാണ്. എന്നാലിതാ ഈ ഡ്രോണുകളെ കൂട്ടത്തോടെ ഇല്ലാതാക്കാൻ ചൈന പുതിയൊരു രാക്ഷസനെ ഇറക്കിയിരിക്കുകയാണ്. പേര് ഹറിക്കെയിൻ 3000. അമേരിക്കയെ പോലും അല്പം ടെൻഷനിലാക്കിയ ഈ ചൈനീസ് ആയുധത്തിന്റെ വിശേഷങ്ങളും ഇതിനെ നേരിടാൻ നമ്മുടെ ഇന്ത്യയുടെ കയ്യിൽ എന്താണുള്ളതെന്നും നമുക്ക് നോക്കാം. എന്താണ് ഈ ഹറിക്കെയിൻ 3000? ലളിതമായി പറഞ്ഞാൽ ഒരു ട്രക്കിന് മുകളിൽ ഘടിപ്പിച്ച കൂറ്റൻ മൈക്രോവേവ് തോക്കാണിത്. ഹൈ പവർ മൈക്രോവേവ് വെപ്പൺ. ലേസർ തോക്കുകൾ ചൂടുകൊണ്ട് ഡ്രോണുകളെ ഉരുക്കിക്കളയുകയാണെങ്കിൽ ഇവൻ ചെയ്യുന്നത് മറ്റൊന്നാണ്. ശക്തമായ വൈദ്യുതകാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ച് ഡ്രോണിന്റെ ഉള്ളിലെ ഇലക്ട്രോണിക് സർക്യൂട്ടുകളെ ഇവൻ ഫ്രൈ ആക്കി കളയും. അതായത് ഡ്രോണിന്റെ തലച്ചോറ് അടിച്ചുപോകും. ഒറ്റയടിക്ക് ഒരു കൂട്ടം ഡ്രോണുകളെ നിർവീര്യമാക്കാൻ ഇതിന് സാധിക്കും. 2 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ റേഞ്ച്. അമേരിക്കയുടെ കയ്യിലുള്ള ലിയോണിഡാസ് എന്ന ആയുധത്തേക്കാൾ റേഞ്ച് ഇതിനുണ്ടെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. ചൈന ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യ വെറുതെ ഇരിക്കുകയാണോ? ഒരിക്കലുമല്ല. ആന്റി ഡ്രോൺ സംവിധാനങ്ങളുടെ കാര്യത്തിൽ നമ്മളും ഒട്ടും പിന്നിലല്ല. ശത്രുക്കളുടെ ഡ്രോണുകളെയും മിസൈലുകളെയും തടയാൻ നമുക്ക് ശക്തമായ ഒരു ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം തന്നെയുണ്ട്. ഇതിൽ റഷ്യൻ നിർമ്മിത S-400, നമ്മുടെ സ്വന്തം ആകാശ് മിസൈലുകൾ, ഇസ്രായേലിന്റെ ബാരിക്കേഡ് സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്നു. കൂടാതെ ഡ്രോണുകളെ വേട്ടയാടാൻ മാത്രമായി ഇന്ദ്രജാൽ എന്ന മൊബൈൽ വാഹനവും സക്ഷം ഗ്രേഡ് എന്ന പ്രത്യേക സംവിധാനവും നമുക്കുണ്ട്. ഇന്ത്യയുടെ ഭാവി പദ്ധതികൾ ഇതിലും വലുതാണ്. പ്രോജക്ട് കുശ വഴി ആന്റി ഡ്രോൺ കരുത്തു കൂട്ടാനും സുദർശന ചക്ര എന്ന പേരിൽ രാജ്യത്തിന് മുഴുവനായി ഒരു വലിയ സുരക്ഷാ കവചം ഒരുക്കാനുമുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. ചുരുക്കത്തിൽ ആകാശത്തു നിന്നുള്ള ഏതു ഭീഷണിയെയും നേരിടാൻ ഇന്ത്യ സുസജ്ജമാണ്. ഡ്രോണുകളും ആന്റി ഡ്രോൺ സംവിധാനങ്ങളും തമ്മിലുള്ള ഈ മത്സരത്തിൽ ആര് ജയിക്കും? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ.